എൻ്റെ പിന്നെ ദൈവമേ ADV 390. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോഡയോ. യെസ് ഗായ്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് വെസ്റ്റിലുള്ള KTM ഷോറൂമിലുള്ളതാണ്. ഗൈസ്, ഇവിടെ ഞാൻ ആക്ച്വലി വന്നൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവർക്കും അറിയാമല്ലോ 250 അഡ്വഞ്ചർ ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പം എന്താണ് 390 250 തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ആക്ച്വലി 390 എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം വണ്ടിയാണ്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 4 മാസത്തോളം ഏകദേശം ഞാൻ 5000-ഓളം കിലോമീറ്ററോളം ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ 250 പുതിയത് വന്നതിൻ്റെയും എന്തൊക്കെ ഡിഫറൻസ്, എന്തൊക്കെയാണ് ഈ സിമിലാരിറ്റീസ്, എന്തൊക്കെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗായ്സ്, എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇതുപോലത്തെ കുറേ കണ്ടൻറ്റും അതേപോലെ തന്നെ ഞാനൊരു ടൂറിങ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഗായ്സ്, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, വണ്ടി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടി ആകെ നമുക്ക് ഫ്രണ്ടിൽ ആദ്യമായിട്ട് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ മെയിനായിട്ട് ഡിഫറൻസ് എന്ന് പറയാൻ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് രണ്ട് രീതിയിലുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. സെയിം മൗണ്ട് തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഒന്ന് നമ്മൾ ടോട്ടലി LED സെറ്റപ്പാണ് വരുന്നത്. നമ്മൾ സാധാരണ 390 ഡൂക്കിൽ കാര്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ 390 അഡ്വഞ്ചറിലും വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഹലോജനാണ്. അതിൽ 2 DRLs വരുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് ഈ 2 DRLs രണ്ടും ഡിഫറൻറ്റ് തന്നെയാണ്. കാണുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് തോന്നുമായിരിക്കും 390 250. പക്ഷേ നമുക്കിതിൻ്റെ 2 DRLസും വളരെയധികം ഡിഫറൻ്റ് ആണ്. ജസ്റ്റ് കുറച്ച് കട്ടി കൂടിയതാണ് നമ്മുടെ 250-ൻ്റെത്. 390-ൻ്റെ അത്രയും ഇല്ല, കുറച്ചും കൂടി ലൈൻ ടൈപ്പാണ് നമുക്ക് 390 DRLs വരുന്നത്. മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഡിഫറൻസ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഹെഡ്ലൈറ്റ് മാത്രമാണ് ഡിഫറൻസ്. ബാക്കി വിൻഷീൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് വയ്ക്കുകയാണെങ്കിൽ എല്ലാം ഫ്രണ്ടത്തെ സസ്പെൻഷനാണ് എല്ലാതും സെയിം തന്നെയാണ്. ഒരു ഡിഫറൻസും ഇല്ല. സെയിം എന്ന് വെച്ചാൽ സെയിം തന്നെയാണ്. അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം സീറ്റിൽ നിന്ന് ഹാൻഡിൽ ബാർ കാര്യങ്ങളിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വണ്ടിയിൽ ഇരുന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഏകദേശം ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഓഫാക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം ആയിട്ട് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 390-ൽ വരുന്നത് TFT ഡിസ്പ്ലേ ആണ്. TFT ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ഫുൾ കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. കുറേ കാര്യങ്ങൾ നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ പറ്റും. 250-ലാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗൈസ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പിന് മാത്രം, അതായത് ഈ TFT 390-ൻ്റെ ഷേപ്പില്ലേ TFT-ൻ്റെ, അത് മാത്രമാണ് സിമിലാരിറ്റി ഉള്ളത്. പക്ഷേ അത് ഓപ്പൺ ആയത്, അതായത് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓണായി നോക്കാം. ഇതിലിപ്പോൾ ഓണായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ 250-ലും അതുപോലെ 200-ലും കാണുന്ന സെയിം എന്ന് വെച്ചാൽ സെയിം കാര്യം തന്നെയാണ് ഇവർ. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ മാറ്റി അതിൽ ബാക്ക് ലൈറ്റ് വൈറ്റ് ആക്കി. അതാണ് ബാക്ക് ലൈറ്റ് വൈറ്റ് കളറാക്കി. മറ്റതിലൊക്കെ നമുക്ക് ഓറഞ്ചാണ് കാണുന്നത് ബാക്ക് ലൈറ്റ്. ഇതിൽ നേരെ വൈറ്റ് ആക്കി. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. നമുക്ക് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ റൈറ്റ് ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നമുക്ക് സ്പീഡോമീറ്റർ കാണാൻ പറ്റും. RPM ആണ് അത് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഫ്യൂവൽ, എൻജിൻ ടെമ്പറേച്ചർ കാണുന്നുണ്ട്. നമുക്ക് ക്ലോക്ക്, അത്രയും കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഈ സ്വിച്ചസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ 2 സ്വിച്ചസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് മോഡ് സ്വിച്ചും അതേപോലെ സെറ്റ് സ്വിച്ചും അതേപോലെ നാവിഗേഷൻ സ്വിച്ചാണ് ഉള്ളത്. 2 സ്വിച്ചസാണ് ഉള്ളത്. അതിൽ നമുക്ക് 2 ട്രിപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ ആവറേജ് മൈലേജ് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സാധാരണ KTM-ൻ്റെ ഒരു 200 അല്ലെങ്കിൽ 250-ലോ വരുന്ന സെയിം മീറ്റർ തന്നെയാണ് വരുന്നത്. അതേ സ്വിച്ചസും അതേ ഫീച്ചേഴ്സും എല്ലാ കാര്യങ്ങളുണ്ട്. ഞാൻ മീറ്ററിലേക്ക് കിടക്കുന്നില്ല കൂടുതലായിട്ട്. രണ്ടും ടോട്ടലി ഡിഫറൻ്റ് ആണ്. നമ്മൾ 390-ൻ്റെയും അതേപോലെ തന്നെ 250-ൻ്റെയും കാണുമ്പോൾ നമുക്ക് സിമിലാരിറ്റീസ് തോന്നുമെങ്കിലും ടോട്ടലി ഓണായി കഴിഞ്ഞാൽ ഡിഫറൻസ് ആണ്. യെസ് ഗൈസ്, നമ്മൾ അടുത്ത് നേരെ നോക്കുന്ന ഹാൻഡിൽ ബാറിലേക്കാണ്. ഹാൻഡിൽ ബാറിൽ ടോട്ടലി നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള നമ്മൾ നാവിഗേഷൻ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് 390-ൽ. 390-ൽ നമുക്ക് ടോട്ടലി TFT ഡിസ്പ്ലേ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള സ്വിച്ചസ് കൊണ്ടാണ്. പക്ഷേ നമുക്ക് നേരെ 250 നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാ ബേസിക് ആയിട്ടുള്ള നമ്മൾ 200-ലും 250-ലും കാണുന്ന പോലെ തന്നെ നമുക്ക് നാവിഗേഷൻ സ്വിച്ചസ് ഒന്നുമില്ല. സാധാരണ ഡിമ്മ്, ബ്രൈറ്റ്, അതുപോലെ ഇൻഡിക്കേറ്റർ, ഹോണ്, അതേപോലെ തന്നെ പാസ് സ്വിച്ച്, ഇത്രയും കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. 390-ലാണെങ്കിൽ ടോട്ടലി ഡിഫറൻ്റ് ആണ്. നമുക്ക് പാസ് സ്വിച്ച് കാര്യങ്ങളെല്ലാം മുകളിലാണ്, ഡിമ്മും ബ്രൈറ്റൊക്കെ മുകളിലാണ് വരുന്നത്.
താഴെയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ നോക്കുന്നത്, ഏറ്റവും താഴെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോണ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഗൈസ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ അങ്ങനെയാണ്, റൈറ്റ് സൈഡിൽ ടോട്ടലി സെയിം തന്നെയാണ്. നമുക്ക് കിൽ സ്വിച്ചും അതേപോലെ തന്നെ സെൽഫിൻ്റെ സ്റ്റാർട്ട് മാത്രമേ വരുന്നുള്ളൂ, അത് സെയിം ആണ് നമുക്ക് 390 വരുന്നത് ഗൈസ്. ലിവേഴ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ച് ലിവേഴ്സും അതേപോലെ തന്നെ ബ്രേക്ക് ലിവേഴ്സ് ടോട്ടലി അഡ്ജസ്റ്റബിൾ ആണ് 390. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് നമുക്ക് 390 ക്ലച്ച് ലിവേഴ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ലിവേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് റോഡിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് നമ്മൾ 390 വരുന്നത്. അതേപോലെ തന്നെ ബ്രേക്ക് ലിവേഴ്സും അതേപോലെ തന്നെ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് 390. നമുക്ക് 250 വരുമ്പോൾ നത്തിങ്, നമുക്ക് അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞ സാധാരണ കോമൺ ആയിട്ട് വരുന്നൊരു ലിവേഴ്സ് മാത്രമാണ് വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ലാത്ത ലിവേഴ്സാണ് വരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് ആയാലും അതേപോലെ തന്നെ ക്ലച്ച് ആയാലും സെയിം തന്നെയാണ് വരുന്നത്, നമുക്ക് അഡ്ജസ്റ്റബിൾ അല്ല വരുന്നത്. അപ്പോൾ 390 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഏറ്റവും ബെറ്റർ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓഫ് റോഡ് സെക്ഷനിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ, അത് പേഴ്സണലി ഞാൻ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്. അതുപോലെ ഫ്രണ്ട് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഹൈവേയിലും കാര്യങ്ങളൊക്കെ ക്രൂസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നമുക്ക് ഒരു വിരലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലും അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം അത് 250 മിസ്സിംഗ് ആണ് ആക്ച്വലി. പിന്നെ ഹാൻഡിൽ ബാറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കിൽ ഗാർഡ്സ് വരുന്നുണ്ട്, അത് അടിപൊളിയായിട്ട് സെയിം തന്നെയാണ്. നമുക്ക് 250 390 സെയിം ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്ന പോലെ തന്നെ ഇതിൽ ബേസിക് ആയിട്ട് വരുമ്പോൾ തന്നെ ഈ നെക്കിൽ ഗാർഡ്സ് ഒക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 250 വരുന്നത് സാധാ കേബിൾ ടൈപ്പ് ഓഫ് ആക്സിലേറ്റർ കേബിളാണ് വരുന്നത്. ഇത് നമ്മൾ 390 നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈഡ് ബൈ വയർ ആണ്. അതിൻ്റെ ടോട്ടൽ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വയേർഡ് ആയിട്ടുള്ള ഒരു സാധനം, അതുപോലെ തന്നെ റൈഡ് ബൈ വയർ ആകുമ്പോൾ ഉള്ളത്. അപ്പോൾ ഗൈസ് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം സെയിം തന്നെ കാണാനും അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് എഞ്ചിൻ കണ്ടു കഴിഞ്ഞാൽ 250 ആണോ 390 ആണെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ CC നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 വരുന്നത് 248.8 CC എഞ്ചിനാണ്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ 390 വരെയാണ് 373 CC ആണ് എഞ്ചിൻ വരുന്നത്. അതേമാതിരി നമുക്ക് ബേസിക് ഹോഴ്സ് പവർ BHP എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29.5 ആണ് നമുക്ക് 250 വരുന്നത്. അതേമാതിരി 390 വരുന്നത് 43 HP ആണ് വരുന്നത്. അപ്പോൾ ഈ 43 രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് ഒരു 13 HP ഡിഫറൻസ് തന്നെ നമുക്ക് അവിടെ കാണപ്പെടാൻ പറ്റും. അതേമാതിരി നമുക്ക് ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 250 വരുന്നത് 24 Nm ഓഫ് ടോർക്കാണ്. അതേപോലെ 390 വരുന്നത് 37 Nm ഓഫ് ടോർക്കാണ്. ഗിയറിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഗൈസ് ഇതിൽ സ്ലിപ്പർ ക്ലച്ച് അസിസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല. ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം 250 ഡ്യൂക്കുമായിട്ട് തന്നെയാണ് സെയിം സാധനം തന്നെ വരുന്നത്. വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ് വരുന്നത്. ഗൈസ് ഗിയർ ബോക്സ് നോക്കുമ്പോൾ രണ്ടും 6 സ്പീഡ് ഗിയർ ബോക്സ് തന്നെ രണ്ടിനും വരുന്നത് സെയിം തന്നെയാണ് വരുന്നത്. നമുക്കൊരു പ്രത്യേകിച്ച് വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എഞ്ചിൻ സൈഡ് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ അതേമാതിരി റേഡിയേറ്റർ വരുന്നത് ഡുവൽ ഫാൻ തന്നെയാണ്. നമുക്ക് 390 വരുന്ന പോലെ തന്നെ 250 ഡുവൽ ഫാൻ തന്നെയാണ്. മറ്റേ ഡ്യൂക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സിംഗിൾ ഫാൻ മാത്രമാണ് വരുന്നത്. പിന്നെ ഞാൻ ഇത്രയും കാലത്തെ യൂസേജിൽ നമുക്ക് 390 ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് വിസിബിളായിട്ട് പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. പിന്നെ ട്രാഫിക്കിലൊക്കെ കൊണ്ടുപോയി നിർത്തുമ്പോൾ നമ്മൾ ഫാൻ കറങ്ങുമ്പോൾ ആ ഫാന് ഒരു പ്രവർത്തിക്കുമ്പം ആ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് വിടുന്ന ആ ഒരു കാറ്റിൽ ചൂടുണ്ട് എന്നല്ലാണ്ട് നമുക്ക് അനോയിങ് ആയിട്ടുള്ളൊരു ചൂട് എനിക്ക് ഇതുവരെ 390 അഡ്വഞ്ചറിൽ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതായത് 250 എന്തായാലും അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. രണ്ട് ഫാനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഗൈസ് നമുക്ക് റേഡിയേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തും അത്ര ചൂട് അനുഭവപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ ഹാർഡ് കോർ ഓഫ് റോഡിങ് അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീമൊക്കെ ആയിട്ട് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊന്നും ഇത്രയും തോന്നുന്നില്ല. ഞാൻ ട്രാഫിക്കിലും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഏകദേശം 1 ഡേ തന്നെ നമ്മൾ ഏകദേശം 777 കിലോമീറ്റേഴ്സൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റേഴ്സ് ഓടിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ വണ്ടിയിൽ നിന്ന് എനിക്കിതുവരെ കിട്ടില്ല. അപ്പോൾ 250 എന്തായാലും ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഈ ഡുവൽ ഫാനും കൂടി കൊടുക്കുമ്പം ബെറ്ററാണ് നമുക്ക് വണ്ടിക്കും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഒഴിവാക്കാമെന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നേരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഹൈറ്റിലേക്കാണ് അടുത്തത് നോക്കുന്നത്. സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 855 mm ആണ്. സെയിം ആണ് രണ്ടിൻ്റെയും സീറ്റ് ഹൈറ്റിന് രണ്ടിനും 855 mm തന്നെയാണ്. അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 200 mm തന്നെയാണ് രണ്ടിനും വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് രണ്ടിനും നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ വെയിറ്റ്, അതായത് വണ്ടീൻ്റെ ടോട്ടൽ വെയിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് നമുക്ക് ആകെ 2 kg ഡിഫറൻസ് മാത്രമേ രണ്ട് വണ്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. 390 ആണെന്നുണ്ടെങ്കിൽ 158 kg ആണ് വരുന്നത്. അത് ഡ്രൈ വെയിറ്റ് ആട്ടോ, വിത്തൗട്ട് പെട്രോളാണ് പറയുന്നത്. അതേമാതിരി തന്നെ നമുക്ക് 250 അഡ്വഞ്ചറിൻ്റെ വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ 156 ആണ്. അപ്പോൾ 2 കിലോൻ്റെ വെയിറ്റ് 156ഉം അതേപോലെ 158 ആണ്. 2 കിലോൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ രണ്ടും. അത് പ്രത്യേകിച്ച് ഞാൻ ജസ്റ്റ് വണ്ടി എടുത്തിരുന്ന് നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു 2 kg നമുക്ക് ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല രണ്ടിൻ്റെയും കൂടി നോക്കിയിട്ട്. അതേമാതിരി നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെയിം തന്നെ. അത് 250ൻ്റെ ടയറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 250ൻ്റെ ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MRFൻ്റെ ടയേഴ്സാണ് വരുന്നത്. രണ്ടും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് വരുന്നത്. ഞാൻ വാങ്ങുന്ന സമയത്ത്
390 മെറ്റ്സിലറിൻ്റെ ടയേഴ്സാണ്. പക്ഷേ ഇപ്പം അവർ ഈ ചൈന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ കാരണം ഇപ്പം MRFൻ്റെ സെയിം ടയേഴ്സ് തന്നെയാണ്, ഇതിലുള്ള സെയിം ടയേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം നമ്മൾ നേരെ ബ്രേക്കിൻ്റെ സെക്ഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 320mm ഡിസ്കും അതേപോലെ തന്നെ ബാക്കിൽ 230mm ഡിസ്കുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്കയാണ്, കുഴപ്പമില്ലാത്ത രണ്ട് രീതിയിൽ. ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബ്രേക്കാണ് ഫ്രണ്ടത്തത്, അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു സെക്ഷനൊക്കെ സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല 390. പിന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ട് ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ കളർ സ്കീമാണ് ഗൈസ് വരുന്നത്. 250ക്ക് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത് ഒന്ന് ടോട്ടൽ ഓറഞ്ചും അതേമാതിരി ബ്ലാക്ക് വിത്ത് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമാണ് വരുന്നത്. രണ്ട് കളർ സ്കീംസാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് 390 വൈറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഓറഞ്ച് എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ ഗൈസ് മെയിൻ ആയിട്ടുള്ളൊരു കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുന്നത് നേരിട്ട് ഫസ്റ്റ് നോക്കുന്നത് LED ഹെഡ്ലൈറ്റാണ്, അത് നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ക്വിക്ക് ഷിഫ്റ്റർ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ക്വിക്ക് ഷിഫ്റ്റർ. അതേപോലെ തന്നെ നമുക്ക് റൈഡ് ബൈ വയർ വരുന്നില്ല. അതേപോലെ TFT ഡിസ്പ്ലേ, അത് ഒരു രക്ഷയില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ അറിയാനും ചെയ്യാനൊക്കെ പറ്റും നമുക്ക് TFT ഡിസ്പ്ലേയിൽ തന്നെ. പിന്നെ അതിൻ്റെ ട്രാക്ഷൻ കൺട്രോൾ, അത് മെയിനായിട്ട് മാൻഡറ്ററി ആയിട്ടും അതേപോലെ സേഫ്റ്റി ആയിട്ടും കാര്യമായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ആവശ്യപ്പെട്ട ഒരു സാധനമാണത്. അത് കഴിഞ്ഞതിന് ശേഷം അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്, നമുക്ക് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യമുള്ളൊരു സാധനമാണ് നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്യും, നമുക്ക് നീറ്റ് നിന്ന് ചെയ്യാൻ, സാഡിൽ ചെയ്ത് വണ്ടി ഓടിക്കുകയാണെന്നൊക്കെ ഒരുപാട് ആവശ്യമുള്ളൊരു സാധനമാണ്. അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് 250 398 നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ മെയിനായിട്ട് കിട്ടാവുന്ന പവറാണ്. നമുക്ക് ഏകദേശം 13 BHP പവർ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ടോർക്കും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ആ ഒരു 70 to 80,000 റുപ്പീസ് നമ്മൾ ചിലവാക്കുന്നതിന് നമുക്ക് എന്തായാലും ഒരുപാട് അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പം ആക്ച്വലി ഞാൻ 250 നോക്കുന്ന ഒരാൾക്ക് ഞാൻ ഗൈഡ് ചെയ്യുന്ന ഗൈസ്, നിങ്ങൾക്കൊരു 75 to 80,000 നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തായാലും 390 അഡ്വഞ്ചർ എടുക്കുക. അതിനുള്ള എന്തായാലും വാല്യൂ ഫോർ മണി നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. കാരണം എന്തായാലും 3,20,000 റുപ്പീസ് നിങ്ങൾ ചിലവാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു 80,000 രൂപ അല്ലെങ്കിൽ 75,000 നമുക്ക് ചിലവാക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനൊരു യൂസറും അതേപോലെ തന്നെ ഞാനൊരു ഓണറും ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 390 ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വണ്ടി 250 കാട്ടും ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ പറ്റുന്നില്ല, 250 മതി. നിങ്ങൾക്ക് 250 ആ ഒരു സ്പെക്കും അതേപോലെ ആ ഒരു സ്പീഡും അത്രയും പവർ മതി എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്, ഒന്നും പറയാനില്ല. അടിപൊളി വണ്ടിയാണ്, നമ്മുടെ റോഡിന് അതേമാതിരി കേരളത്തിൻ്റെ റോഡിന് പക്ക പറ്റിയ വണ്ടിയാണ്. കാരണം അതിൻ്റെ സസ്പെൻഷൻ ആയാലും അതിൻ്റെ സസ്പെൻഷൻ ട്രാവലായാലും ഏതൊരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ വണ്ടികൾ തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇനിയുള്ള കാലങ്ങളിൽ എന്തായാലും ഗൈസ് നമുക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഒരുപാട് പ്രതീക്ഷിക്കാം. എല്ലാ കമ്പനികളുടെ നിന്നും അഡ്വഞ്ചർ സെഗ്മെൻറ്റ് വണ്ടികൾ എന്തായാലും ആയിരിക്കും. കാരണം നമ്മുടെ റോഡുകൾ അങ്ങനത്തെയാണ്, നമ്മൾ ആ ഒരു വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ അങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടികൾ എന്തായാലും ഈ റോഡിൽ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഒരു അഡ്വഞ്ചർ സീരിയസ് ആയിട്ടുള്ള വണ്ടി നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ സസ്പെൻഷൻ ട്രാവലുള്ള വണ്ടികൾ വേണം, അല്ലെങ്കിൽ നമുക്ക് എന്താ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഗോ ഫോർ ഇറ്റ് ഗൈസ്. അപ്പം പിന്നെയുള്ളൊരു ഹൈറ്റ് ഇഷ്യൂ ആണ് ഗൈസ്. ഇതിലുള്ള രണ്ട് വണ്ടിക്ക് സെയിം ഹൈറ്റ് തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. 855 ആണ് നമുക്കിതിൽ ഹൈറ്റായിട്ട് വരുന്നത്. അപ്പം ഏകദേശം 159 സെൻറ്റിമീറ്റർ, അതാണ് എൻ്റെ സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൽ കുറഞ്ഞൊരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ. അതെ ഗൈസ്, ഇതിൽ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് എഞ്ചിൻ ഡിഫറൻസ്, CCൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെ അതിന് പവറിനും അതേപോലെ തന്നെ ടോർക്കിനും ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസാണ് മെയിനായിട്ട് നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ പ്രത്യേകിച്ച് റൈഡ് ചെയ്യുമ്പോൾ. ആക്ച്വലി ഞാനിത് റോഡിൽ റൈഡ് ചെയ്തിട്ടില്ല, റോഡിൽ റൈഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ റൈഡിങ് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷോറൂമിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് തരുന്നതായിരിക്കും. അതായത് ഈ ഒരു സമയം നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ മാറ്റി നിർത്തി നമുക്ക് ഈ ഒരു സമയം നമുക്ക് തന്ന KTM വെസ്റ്റിലിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ അവിടുത്തെ മാനേജറാണ് നമുക്ക് ഇത്രയും സപ്പോർട്ടീവായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കമ്പാരിസൺ വീഡിയോ തരാൻ വേണ്ടിയിട്ടും വണ്ടി നമുക്ക് ഷോറൂമിൽ നിന്നിട്ട് താഴത്ത് ഇറക്കി തന്നതൊക്കെ നമ്മളെ മാനേജറാണ്. അപ്പം KTM ഷോറൂമിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഷോറൂമിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും ഡാറ്റാസോ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇന്നത്തെ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. കാരണം ബെല്ലിലൂടെയാണ് നിങ്ങൾക്ക് അടുത്ത എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുക. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.